എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ. അധ്യായം 2. ഈ ചരിത്രം എഴുതാനുണ്ടായ കാരണം ഏറ്റെടുക്കാനുള്ള കഴിവില്ലായ്മയും ധൈര്യക്കുറവും ഹേമന്ത് പന്ത് എന്ന നാമം കിട്ടിയത് ഗുരുവിന്റെ ആവിഷ്കത. കഴിഞ്ഞ അധ്യായത്തിൽ ഈ ചരിത്രം എഴുതുവാൻ പ്രേരിപ്പിച്ച കഥയും കാരണവും അത് പഠിക്കാൻ അർഹതയുള്ള ആളുകൾ മുതലായവയെപ്പറ്റി പറഞ്ഞിരുന്നു. അവ ഇവയുടെ വിവരിക്കുന്നു. സായി ചരിതം എഴുതാനുള്ള കാരണം ഒന്നാമത്തെ അധ്യായത്തിൽ ബാബയുടെ അത്ഭുതമായ കഴിവിനാൽ കോളറ രോഗം പരക്കാതെ നിവർത്തിച്ചതും അതു കാരണം ഗോതമ്പ് പൊടിച്ച് മാവ് ഗ്രാമാതിർത്തികൾ വലിച്ചെറിഞ്ഞതും വിശദീകരിച്ചിരുന്നു. ബാബയുടെ അത്ഭുത പരവശമാകുന്ന ലീലകൾ കേട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ കഥ എഴുതാൻ പ്രേരിതനായി. കഥ എഴുതുവാനുള്ള ധൈര്യക്കുറവും കഴിവില്ലായ്മയും. ഈ പണിക്ക് ഹേമന്ത് പന്ത് ആളല്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എനിക്ക് എന്റെ മനസ്സ് തന്നെ അറിയാതായിരിക്കുന്നു. എന്റെ പ്രിയ സ്നേഹിതന്റെ ജീവിതവും അറിയുന്നില്ല. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ബാബയുടെ ചരിത്രം, അവതാരം മുതലായവ എഴുതാൻ സാധ്യതയുള്ളവനാകും? വേദങ്ങൾക്കു കൂടി ഇത് പ്രയാസമുള്ള ഒരവസ്ഥയായിരുന്നു. ഒരുവൻ സന്യാസി ആയിരുന്നാൽ മാത്രമേ ഇനിയൊരു സന്യാസിയുടെ കീർത്തി, അത്ഭുതങ്ങൾ മുതലായവ വിവരിക്കാനോ എഴുതാനോ കഴിവുണ്ടാവൂ. വളരെ വിഷമം പിടിച്ച ഒരു സംഗതിയാണല്ലോ സന്യാസിയുടെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത്. 7 സമുദ്രങ്ങളുടെ ആഴം കണ്ടുപിടിക്കുന്നത്, ആകാശത്തിന് തുണി കൊണ്ട് അലങ്കരിക്കുന്നത് ഇതാദി. ആ പ്രവൃത്തി എന്നെ പരിഹാസ നിലയിലാക്കുന്നു. അതുകാരണം ഞാൻ ശ്രീ സായിബാബയുടെ അനുഗ്രഹങ്ങൾക്കായി സർവപ്രകരണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സന്യാസിമാരുടെ കഥ എഴുതുന്നവരെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന സന്യാസി ജ്ഞാനശേഖർ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി സന്യാസിമാരും അവരുടെ ഒരു പ്രത്യേക രീതിയിൽ ആഗ്രഹിക്കുന്ന ഭക്തന്മാർക്ക് മുക്തിയെ പ്രദാനം ചെയ്യുന്നു. സന്യാസിമാർ അപസ്പഷ്ടമായ വഴിയിൽ ഭക്തന്മാർക്ക് പണികളെ വിവരണം ചെയ്യുന്നതിനാൽ ഭക്തന്മാർ പല അനുഭവശാലികളായി തീരുന്നു. ഉദാഹരണമായി മഹീപതി എന്ന സന്യാസി 1700 ശാകവർഷം വിക്രമവർഷം സന്യാസിമാരുടെ ചരിത്രങ്ങൾ എഴുതുവാൻ ആഗ്രഹിച്ചു. അവരുടെ പ്രോത്സാഹനം കാരണം മഹീപതിക്ക് അത് സാധിച്ചു. മാത്രമല്ല 1800 ശാകവർഷം ദസ്കനു എന്ന സന്യാസിയുടെ പ്രവൃത്തിയും കൈക്കൊണ്ടു. കവി മഹീപതി 4 ചരിത്രങ്ങൾ, ഭക്തവിജയം, സത്വിജയം, ഭക്തലീലാമൃതം, സന്ത് ലീലാമൃതം എന്നിവയും ദസ്കനു ഭക്തലീലാമൃതവും രചിച്ചു. ഇവരുടെ ചരിത്രങ്ങൾ സന്യാസിമാരുടെ പുതിയ ജീവിതങ്ങളെപ്പറ്റി വിശദമായി വിവരിച്ചിരിക്കുന്നു. ഭക്തലീലാമൃതത്തിൽ നിന്നും ലീലാമൃതത്തിൽ ശ്രീ സായിബാബയുടെ ഉപദേശങ്ങളും ജീവചരിത്രവും വിവരിക്കുന്നു. സന്ത് കഥാമൃതത്തിലും ഈ വിവരണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വായനക്കാരുടെ നന്മയ്ക്കു വേണ്ടി ഈ ഉപദേശങ്ങൾ സായി ലീല എന്ന പുതിയ പതിപ്പുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേമാതിരി ശ്രീമതി സാവിത്രി രഘുനാഥ് ടെണ്ടുൽക്കർ ഒരു ചെറിയ പുസ്തകം സായിനാഥ ഭജനമാല പ്രസിദ്ധീകരിച്ചതിൽ സായിബാബയുടെ അത്ഭുത ലീലകൾ വിവരിക്കുന്നു. ദസ്കനു മഹാരാജും ധാരാളം ചെറിയ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അമർദാസ് ഭാവനി മേത്ത ശ്രീ സായിബാബയുടെ ചില കഥകൾ ഗുജറാത്തി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില രചനകൾ സായിനാഥ പ്രഭ എന്ന പത്രികയിൽ വന്നിട്ടുണ്ട്. ഇത്രയും കൃതികൾ സായി ലീലകളും സായി ചരിത്രവും പുറത്തിറങ്ങിയ അവസ്ഥയിൽ സച്ചരിതം എഴുതേണ്ട ആവശ്യം എന്താണെന്ന ചോദ്യം എന്റെ മനസ്സിൽ ഉദിച്ചു. മാത്രമല്ല, അതിന്റെ ആവശ്യം എന്താണ്? ഇതിന്റെ ഉത്തരം വളരെ നേർമയുള്ളതും ലഘുവായതുമാണ്. സായിബാബയുടെ ജീവിതവും വിശാലവും സമുദ്രത്തെ പോലെ ആഴം നിറഞ്ഞതുമാണ്. ആർക്ക് വേണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ചാടി താഴോട്ടു പോയി വിലമതിക്കാൻ സാധിക്കാത്ത രത്നങ്ങൾ കൈകൊണ്ട് ആവശ്യമുള്ള ഭക്തന്മാർക്ക് വിതരണം ചെയ്യാൻ കഴിയും. ആർക്ക് വേണമെങ്കിലും അതിന്റെ ഉള്ളിൽ ചാടി താഴോട്ടു പോയി വിലമതിക്കാൻ സാധിക്കാത്ത രത്നങ്ങൾ, അറിവും ഭക്തിയും കൈകൊണ്ട് ആവശ്യമുള്ള ഭക്തന്മാർക്ക് വിതരണം ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന്റെ ദൃഷ്ടാന്തങ്ങളും കഥകളും ഉപദേശങ്ങളും എല്ലാം അതിശയോക്തിമയമാണ് എന്നതിൽ സംശയമില്ല. അവ സങ്കടങ്ങളും കഷ്ടതകളും നിറഞ്ഞ ജനസമുദായത്തിന് സുഖാവസ്ഥയെ കൊടുക്കുക മാത്രമല്ല, ബുദ്ധി, അറിവ്, ലൗകികമായ സാത്വിക ഗുണങ്ങൾ, വിഷയജ്ഞാനം ഇവകളെ രാഷ്ട്രീയത്തിലുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നു. സായിബാബയുടെ അതിരസവും അറിവും നിറഞ്ഞതുമായി ഈ ഉപദേശങ്ങൾ കേൾക്കുകയോ ധ്യാനിക്കുകയോ ചെയ്താൽ ഭക്തന്മാർക്ക് ഏതെന്ന് ആശിക്കുന്നുവോ അത് സഫലമാകും. തീർച്ച.
ബ്രഹ്മത്തിൽ ചേരുന്ന 8 മടങ്ങ്, യോഗത്തിൽ ശ്രേഷ്ഠത സമ്പാദിക്കുക, ധ്യാനത്തിൽ പരിപൂർണ ആനന്ദം സിദ്ധിക്കുക മുതലായവ. അതുകാരണം ഈ കഥകളെ ഉരുവാക്കാനായി ഞാൻ തീരുമാനിച്ചു. അതായിരുന്നു എന്റെ ഉപാസന. സാധാരണ ഹൃദയമുള്ളവരും സായിബാബയുടെ ദർശനം ലഭിക്കാത്തവരുമായ ജനങ്ങൾക്കിതൊരു സന്തോഷപ്രദമായ കാര്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ സായിബാബയുടെ ഉപദേശങ്ങൾ, കഥകൾ മുതലായവ ശേഖരിക്കാൻ തുടങ്ങി. അതിന്റെ ഫലം ബാബയുടെ അമിതമായ ആത്മബോധം, തന്നെത്താൻ ഉണരൽ എന്നിലുണ്ടായി. ഈ കാര്യത്തെ സായിബാബയായിരുന്നു എന്നെ പ്രോത്സാഹിപ്പിച്ചത്. വാസ്തവത്തിൽ ഞാൻ എന്ന സ്വഭാവം ബാബയുടെ കാലടികൾ വെച്ചു. ഞാൻ ചെല്ലുന്ന വഴി തെളിവായി എന്ന് വിചാരിച്ചു. സായിബാബ എന്നെ ഈ ലോകത്തിൽ സന്തോഷപരവശനാക്കുമെന്ന് വിശ്വാസം ലഭിച്ചു. ഈ ജോലിക്ക് സായിബാബയോട് അനുവാദം ചോദിക്കാൻ സാധ്യമല്ല. അതുകാരണം മാധവറാവ് ദേശ്പാണ്ഡെ ശ്യാമ, ബാബയുടെ ഏറ്റവും അടുത്ത ഒരു ഭക്തൻ, എനിക്ക് വേണ്ടി ബാബയോട് സംസാരിച്ചു. അദ്ദേഹം ബാബയോട് വളരെ താഴ്മയോടെ എന്റെ അപേക്ഷയെ പ്രകടിപ്പിച്ചു. ഈ അണ്ണാ സാഹിബ് നിങ്ങളുടെ ജീവിത ചരിത്രം എഴുതുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഒരു പാവപ്പെട്ട ഫക്കീർ വിഷു ആണെന്നും അതിനാൽ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല എന്നും പറയരുത്. ഈ സമ്മതം അദ്ദേഹത്തിന് അങ്ങയുടെ ചരിത്രം എഴുതാൻ ഉപകരിക്കുകയും ആ ജോലി മുഴുമിക്കാൻ ഒരു സന്ദർഭമായിരിക്കും. അങ്ങയുടെ സമ്മതവും അനുഗ്രഹവും ഇല്ലാതെ വിജയകരമായി ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. ഇത് കേട്ട സായിബാബ മനസ്സലിഞ്ഞു എന്നെ അനുഗ്രഹിക്കുകയും ബാബവശം ഉണ്ടായിരുന്ന വിഭൂതി എടുത്തു കൊടുക്കുകയും ചെയ്തു. പിന്നെ ബാബയുടെ വരം കൊടുക്കുന്ന കൈ കൊണ്ട് എന്റെ തലയിൽ ആശീർവദിച്ച് എന്റെ കഥകളും അനുഭവങ്ങളും ചേർത്ത് അവകളുടെ കുറിപ്പും ഉണ്ടാകട്ടെ. ഞാൻ തന്നെ താങ്കളെ സഹായിക്കാം. അയാൾ ഒരു ഉപകരണം മാത്രമാണ്. ഞാൻ എന്റെ സ്വന്തം ചരിത്രം എഴുതി എന്റെ ഭക്തന്മാരെ പ്രീതിപ്പെടുത്താം. അവന്റെ അഹങ്കാരം, അതായത് ഞാൻ എന്ന ഭാവം തീരെ വിട്ട് എന്നിൽ ശരണമടയണം. ഇങ്ങനെയുള്ളവരെ ഞാൻ സഹായിക്കുന്നു. എന്റെ ജീവിതകഥകൾ മാത്രമോ? അവന്റെ വീട്ടിൽ എന്നാൽ കഴിയുന്ന വിധത്തിൽ സകല വിധത്തിലും സഹായം എത്തിക്കും. അവന്റെ അഹങ്കാരം താനേ ഇല്ലാതാകുമ്പോൾ ഞാൻ തന്നെ അവനിൽ ചേർന്ന് എന്റെ ചരിത്രം എഴുതും. എന്റെ കഥകളും ഉപദേശങ്ങളും കേൾക്കുന്ന ഭക്തന്മാർ അതിവേഗം വിശ്വസ്തരായി തീരും. അവർ സ്വയം അറിയും, അത്യന്തം സുഖം അനുഭവിക്കും. ഒരുവന്റെ അഭിപ്രായം നിശ്ചയിക്കുന്നതിൽ നിർബന്ധം ഉണ്ടാവരുത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലും ഒരു വസ്തുവിൽ വരുന്ന നല്ലതും കെട്ടതും ചർച്ച ചെയ്യുന്നതും പ്രതിഷേധിക്കരുത്. നാമം അർത്ഥവത്ത് ദീർഘദർശനവും. ഹേമന്ത് പന്ത് എന്ന് എനിക്ക് കിട്ടിയ നാമം വിവരിക്കാനുള്ള കടമ എന്റെ മനസ്സിൽ വർദ്ധിച്ചു. ഇപ്പോൾ ഞാൻ അത് വിവരിക്കുന്നു. ഞാൻ കാക്കാ സാഹിബ് ചന്ദേർക്കരോട് വലിയ സ്നേഹബന്ധത്തിലായിരുന്നു. ബാബയുടെ ദർശനത്തിന് ഷിർദിക്ക് പോകാനായി അവർ എന്നെ നിർബന്ധിച്ചിരുന്നു. ലൗകിക വിരക്തി എന്നിവ ഉണരുവാൻ തുടങ്ങി. പോയ ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ്. ഇത് കേട്ടയുടൻ ഞാൻ ഓടിച്ചെന്ന് ബാബയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്റെ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു. നാനാ ചന്ദേർക്കർ പറഞ്ഞിരുന്നതിലും അധികം സന്തോഷം ഞാൻ അവിടെ അനുഭവിച്ചു. വിശപ്പും ദാഹവും ഒന്നും ഞാൻ അറിഞ്ഞില്ല. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അസാധാരണമായ ഒരു ശക്തി ലഭിച്ചു. ബാബയുടെ പാദങ്ങളെ സ്പർശിച്ച ഉടൻ എനിക്ക് ഒരു പുതുജീവിതത്തിന്റെ ഉണർവ് വന്നു. എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടാൻ ആരെല്ലാം കാരണഭൂതരായിരുന്നുവോ അവരെല്ലാം എന്റെ സ്വന്തക്കാരായിരിക്കുന്നു. അവർക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്യാൻ എന്നാൽ അസാധ്യമാണ്. അവരെ ഞാൻ മനസ്സാ ധ്യാനിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു. ഞാൻ ബാബയുടെ ദർശനത്താൽ അനുഭവിച്ച അപരിതമായ അനുഭവങ്ങൾ, അന്യതാബോധം, ലൗകിക വിരക്തി എന്നിവ ഉണരുവാൻ തുടങ്ങി. പോയ ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ബാബയുടെ ദർശനം സാധ്യമായതെന്നതിന് സംശയമില്ല. അങ്ങനെ ഒരു ദർശനം കിട്ടുമ്പോഴാണ് സമസ്ത ലോകവും ബാബയുടെ അംശമാണെന്ന് ബോധ്യപ്പെടുന്നത്. ചൂടായ സംസാരം. ഷിർദിയിലെത്തിയ 1-ാമത്തെ ദിവസം ഞാനും ബാലാ സാഹിബ് ഭൂട്ടയുമായി ജീവിതത്തിൽ ഗുരു ആവശ്യമാണോ എന്നത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്തി. നമ്മുടെ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി മറ്റൊരാൾക്ക് പണയം വെക്കണം? ഞാൻ ചോദിച്ചു. നമ്മുടെ കടമകൾ നിവർത്തിക്കുമ്പോൾ എന്തിനാണ് ഒരു ഗുരു? ഒരുവൻ അത്യന്തം ശ്രമിച്ച് തന്നെ സ്വതന്ത്രനായിരിക്കാൻ ശ്രമിക്കണം. അധികം സമയം ഉറങ്ങിക്കഴിയുന്ന ഒരു മടിയന് വേണ്ടി ഗുരുവിന് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടുകൂടി ശ്രീ ഭൂട്ടയോട് ഞാൻ തർക്കിച്ചു. എന്ത് തന്നെ സംഭവിക്കണമോ അത് സംഭവിക്കും. എല്ലാവരും വിധിക്ക് കീഴ്പ്പെട്ടവരുമാണ്. മനുഷ്യൻ ഒന്ന് ആഗ്രഹിക്കുന്നു, ദൈവം വേറൊന്ന് നൽകുന്നു. നിങ്ങളുടെ സാമർഥ്യമോ അഹംഭാവമോ ഇവിടെ ശരിയാവുകയില്ല. ഈ ഫല നിർഫല തർക്കവാദം 1 മണിക്കൂറോളം തുടർന്നു. പക്ഷേ
ഏതൊരു നിശ്ചയത്തിലും എത്തുവാൻ സാധിച്ചില്ല. ഒടുവിൽ ഞങ്ങൾ തളർന്നത് കാരണം ഈ സംസാരം അവസാനിപ്പിച്ചു. ചുരുക്കത്തിൽ എന്റെ മനഃശാന്തിയെയും കളഞ്ഞു. ഒടുവിൽ ഞാൻ ചിന്തിച്ചു, ഏതൊരുവന് ബലമായ ഉറച്ച മനസ്സും അഹംഭാവവും ഉണ്ടോ അവൻ തർക്കത്തിൽ ഏർപ്പെട്ടെന്നും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അഹംഭാവിക്ക് പര്യാലോചന തുണ്ടുകോലായി ഭവിക്കും. പിന്നെ ഞങ്ങൾ മസ്ജിദിലേക്കും മറ്റുള്ളവരുടെ കൂടെ ചെന്നപ്പോൾ ശ്രീ കാക്കാ സാഹിബ് ഡിക്സിറ്റിനോട് ബാബ ഇപ്രകാരം ചോദിച്ചു, സായിവാടയിൽ എന്താണ് സംഭവിക്കുന്നത്? എന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്താണ് തർക്ക വിഷയം? എന്നിട്ടെന്താണ് ഹേമന്ത് പന്ത് പറഞ്ഞത്? ഇത് എനിക്ക് വലിയൊരു അത്ഭുതം പോലെ തോന്നി. മസ്ജിദ് സത്താവാടയിൽ നിന്നും വളരെ അകലെ സ്ഥിതി ചെയ്യുന്നു. അവിടെ ഞാൻ നടത്തിയ സംഭാഷണം ബാബ എങ്ങനെ അറിഞ്ഞു? സായി സർവജ്ഞാനിയും അനന്തരാമിയുമാണ്, സംശയമില്ല. ഞാൻ ആലോചനയിൽ മുഴുകി. എന്തുകൊണ്ടാണ് ബാബ എന്നെ ഹേമന്ത് പന്ത് എന്ന് പേര് പറഞ്ഞു വിളിച്ചത്? ഈ വാക്ക് ഹേമാദ്രി പന്ത് എന്ന വാക്കിൽ നിന്നുണ്ടായതാണോ? ഈ ഹേമാദ്രി പന്ത് ഒരു പരമ കീർത്തിമാനും മഹാദേവ്, രാമദേവ് മുതലായ ദേവഗിരിവാസികളെ പോലെ യാദവ വംശത്തിൽപ്പെട്ടവനുമായിരുന്നു. അദ്ദേഹം ജ്ഞാനിയും സൽസ്വഭാവിയും പല ആത്മീയ ഗ്രന്ഥങ്ങളുടെ കർത്താവുമായിരുന്നു. ചതുർവർഗ ചിന്താമണി, രാജപ്രശസ്തി എന്നീ ധാർമ്മിക ഗ്രന്ഥങ്ങൾ രചിച്ചതും ഹേമാദ്രി പന്താണ്. അദ്ദേഹം പുതിയ തരം ഗണിതങ്ങളും മൂടി എന്ന മറാത്തി ചുരുക്കെഴുത്തും കണ്ടുപിടിച്ചു. ഞാനാകട്ടെ നേരെ വിപരീത ദിശയിലുള്ളവനും മൂടൻ, ഇടത്തരക്കാരൻ. ഇങ്ങനെയുള്ള എനിക്കെന്തിനാണ് ഈ പേര് തന്നതെന്ന് ദീർഘമായി ചിന്തിച്ചു. എന്റെ അഹംഭാവത്തെ അടക്കുവാൻ ബാബ ഒരമ്പ് തറച്ചതാണെന്ന് തോന്നി. ഞാൻ അടക്കമുള്ള വിനയശാലിയാകണമെന്ന് ബാബ ഉദ്ദേശിച്ചിരിക്കണം. ഒരു പക്ഷേ എന്റെ തല സാമർത്ഥ്യത്തിനും ഒരു പ്രോത്സാഹനമായിട്ടായിരിക്കാം ഹേമാദ്രി പന്ത് എന്ന് എന്നെ ബാബ വിളിച്ചത്. പഴയ ചരിത്രം നോക്കുമ്പോൾ ബാബ ദാബേൽക്കറെ ഹേമന്ത് പന്ത് എന്ന് വിളിക്കുന്നതിൽ ഒരു മഹത്വത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ശക്തി അടങ്ങിയിരിക്കുന്നതായി കാണാം. കാരണം ഹേമന്ത് പന്ത് സായിസൻ സ്ഥാനത്തിന്റെ കണക്കുകളും മാനേജ്മെന്റിന് നന്നായി നോക്കിയിരുന്നു. മാത്രമല്ല ധ്യാനം, ഭക്തി, ഉണർവ്, ജ്ഞാനം, ബുദ്ധി എന്നിവയെല്ലാം പ്രതിപാദിച്ചിട്ടുള്ള സച്ചരിതം എഴുതുവാനുള്ള ത്രാണിയും ബാബ ഹേമന്ത് പന്തിന് കണ്ടിരുന്നുവെന്ന് പറയാം. ഗുരുവിന്റെ ആവശ്യകതയെക്കുറിച്ച് ബാബ പറഞ്ഞ കാര്യങ്ങൾ തത്സമയം കുറിപ്പുകളോ ഹേമന്ത് പന്ത് സൂക്ഷിച്ചിരുന്നില്ല. ശ്രീ ഡിസ്കറ്റ് ഈ വിവരങ്ങൾ കുറിപ്പുകൾ മൂലം പ്രസിദ്ധീകരിച്ചിരുന്നു. അടുത്ത ദിവസം ഹേമന്ത് പന്ത് ബാബയോട് സംസാരിച്ച ശേഷം കാക്കാ സാഹിബ് ബാബയോട് ചോദിച്ചു, ബാബ എവിടേക്ക് പോകണം? അതിന് മറുപടിയായി ബാബ മേലോട്ടെന്ന് പറഞ്ഞു. ഏതാണ് വഴി? അതിനുത്തരമായി ബാബ, അവിടേക്ക് പല വഴികളുണ്ട്. ഒരു വഴി ഇവിടെ നിന്നാണ്, ഷിർദി എന്ന് പറഞ്ഞു. വഴി ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിരിക്കും. നരികൾ, സിംഹങ്ങൾ, ചെന്നായികൾ മുതലായവ വിഹരിക്കുന്ന കാട്ടുവഴികൾ ഉണ്ടായിരിക്കും. കാക്കാ സാഹിബിനോട് ചോദിച്ചു, വഴികാട്ടിയെ ഗുരു ഉപയോഗപ്പെടുത്താൻ പാടില്ലേ? ബാബ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉപദ്രവമില്ല. വഴികാട്ടി നിങ്ങൾക്ക് പോകേണ്ട വഴിയിൽ നേരിടേണ്ടി വരാവുന്ന നരികൾ, ചെന്നായികൾ തുടങ്ങിയ ജന്തുക്കളെയും കുഴികൾ മുതലായവയെയും ഒഴിവാക്കി എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുവാൻ സഹായിക്കും. ഈ സത്കാര്യങ്ങൾ വിവരിക്കുന്ന സമയത്ത് ശ്രീ ദാബോൽക്കറും അവിടെ എത്തിയിരുന്നു. ഗുരുവിന്റെ ആവിഷ്കത ബോധ്യപ്പെടുത്താൻ ബാബ നൽകിയ ദൃഷ്ടാന്തമാണിതെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇതിൽ നിന്നുള്ള സൂചന കൊണ്ട് മനുഷ്യൻ ബന്ധിതനോ സ്വതന്ത്രനോ എന്ന വാഗ്വാദത്തിന്റെ നിരാർത്ഥകമായ കഥ വ്യക്തമാക്കി. ഗുരുവിന്റെ ഉപദേശം കൊണ്ട് മാത്രമാണ് പരമാർത്ഥത അറിയുവാൻ സാധിക്കുന്നത്. ഇത് ഈ പുസ്തകത്തിന്റെ മൂലഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി, ആത്മബോധം ലഭിക്കാനായി വലിയ അവതാരങ്ങൾ എടുത്ത രാമനും കൃഷ്ണനും കൂടി അവരവരുടെ ഗുരുക്കളായ വസിഷ്ഠ, സന്ദീപിനി മഹർഷിമാർക്ക് കീഴടങ്ങി അവരുടെ ഉപദേശങ്ങൾ അനുസരിക്കണമായിരുന്നു. ഈ തരത്തിലുള്ള പുണ്യങ്ങൾ ലഭിക്കുവാൻ വിശ്വാസവും ക്ഷമയും അത്യാവശ്യമാണ്. ശ്രീ സായിനാഥന് നമസ്കാരം. ആമീൻ.